ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉദ്യാന ബന്ധം ചെയ്യാം. യോഗയിൽ ആസനാസനങ്ങളുണ്ട്, മുദ്രകളുണ്ട്, പ്രാണായാമമുണ്ട്, ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്കിന്ന് ഉദ്യാന ബന്ധം ചെയ്യാം. ഇത് വയറ് ശൂന്യമായിരിക്കുമ്പോഴേ ചെയ്യാവുള്ളൂ. എംപ്റ്റി സ്റ്റൊമക്ക് വേണം ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറയാം. കാഴ്ചശക്തി, കണ്ണിന് നല്ല പ്രഭ ലഭിക്കുന്നു. അതായത് കാഴ്ചശക്തി കൂട്ടുന്നു, കണ്ണിൻ്റെ ഭംഗി കൂടുന്നു. പിന്നെ കുടലിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേംസ്, കഫം, ഇവയ്ക്കെല്ലാം സ്ഥാനഭ്രംശം സംഭവിക്കുന്നതിനാൽ ഇവ മൂലമുള്ള അസുഖങ്ങൾ മാറുന്നു. കാണിക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്വാസം പുറകോട്ട് ആദ്യം ഒരു നോർമലായിട്ട് ശ്വാസം എടുത്ത് വിടണം. പിന്നെ പുറകോട്ട് വളഞ്ഞ് ശ്വാസം എടുത്തിട്ട് എന്ന് വായിക്കൂടെ ഒരു സ്വരത്തോടെ വിട്ട് കൈകൾ കൊണ്ടൊന്ന് തൊടയിൽ അമർത്തി വെച്ച് വളയാതെ ഇത്ര അമർത്താനുള്ളൂ. എന്നിട്ട് ആ കല്ലേക്ക് നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് നേരെയാകണം. അങ്ങനെ 4-5 പ്രാവശ്യം ചെയ്യുക. ഒന്നുകൂടെ കാണിക്കാം. കൈകൾ ഇവിടെ വെച്ചേക്കുക. കൈകൾ ഇവിടെ എന്ന് പറഞ്ഞാൽ തൊടയിൽ വെച്ചേക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 1 സെക്കൻഡ് കണ്ണാടി മാറ്റിക്കോട്ടെ. നമ്മൾ കൂടുതൽ നമുക്ക് സ്പെക്സൊക്കെ വലിയ അത്യാവശ്യമില്ലേ മാറ്റിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ആഭരണങ്ങളൊക്കെ കഴിവതും മിനിമം ഉപയോഗിക്കണം ഏത് യോഗ ചെയ്യുമ്പോഴും. കാണിക്കാം. ഒരടി അകത്തി വേണം കാല് വെക്കാൻ. ആദ്യം ഒന്ന് ശ്വാസം എടുത്ത് വിടാം. നിശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട് വളയും. കൈകൾ തൈയിൽ വെക്കും. 2 തുടകളിലും വെക്കുക. നമ്മൾ ശ്വാസം വിടുന്ന വായിക്കൂടെ വേണം വിടാൻ. എന്നൊരു സ്വരത്തോടെ വായിക്കൂടെ വിടണം. അങ്ങനെ വായിക്കൂടെ ശ്വാസം വിട്ട് തീർന്നു കഴിയുമ്പം ഉദരഭാഗം നമ്മൾ ഉള്ളിലേക്ക് വലിക്കണം. അതാണ് ബന്ധത്തിലാക്കുക. ഉദ്യാന ബന്ധം എന്നതാ പറയുന്നത്. ഈ അകത്തോട്ട് നല്ലപോലെ വലിച്ചു വെക്കണം. ഒന്നുകൂടെ കാണിക്കാം. പിന്നെ ആ ബന്ധത്തിൽ നിൽക്കുമ്പം 2 തുടകളിലും കൈ അമർത്തി പിടിക്കണം. മുട്ടുകൾ വളയ്ക്കാതെ നിൽക്കണം. ഓക്കെ.